എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2021 101 ആനുകാലിക സംഭവങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. വരാൻ പോകുന്ന +2 ലെവൽ മെയിൻ എക്സാമുകളിലും അതോടൊപ്പം തന്നെ ഡിഗ്രി മെയിനിലും 2022 ജനുവരി മാസത്തിൽ ഡേറ്റ് പബ്ലിഷ് ചെയ്യും എന്ന് PSC ചെയർമാൻ പറഞ്ഞ 10th ലെവൽ പ്രിലിമിനറി എക്സാമിലും 2021 ആനുകാലിക സംഭവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരിക്കും. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 101 ആനുകാലികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട നിരവധി ചോദ്യങ്ങളുമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2021 ജനുവരി 16-ാം തീയതിയാണ് നമ്മുടെ രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചത്. നമ്മുടെ രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ച തീയതി ചോദിക്കാം 2021 ജനുവരി 16-നാണ്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ നൽകിയത്. ഡൽഹി എയിംസിലെ ശുചീകരണ തൊഴിലാളിയായ മനീഷ് കുമാറാണ് രാജ്യത്ത് ആദ്യമായിട്ട് 1ാം ഡോസ് വാക്സിൻ സ്വീകരിച്ചത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു ഡേറ്റ് പരിചയപ്പെട്ടു 2021 ജനുവരി 16. ഒപ്പം ആദ്യമായിട്ട് കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തിയുടെ പേര് പരിചയപ്പെട്ടു, മനീഷ് കുമാർ എന്ന കാര്യം ഓർക്കുക. മറ്റൊന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു തീയതി 2021 മാർച്ച് 1 ഈ ഒരു ദിവസമാണ് നമ്മുടെ രാജ്യത്ത് മുതിർന്ന പൗരന്മാർക്ക് കോവിഡ് വാക്സിൻ നൽകി തുടങ്ങിയത്. ഇതേ ദിവസം തന്നെ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിവിധ രോഗങ്ങൾ ഉള്ളവർക്കും വാക്സിനേഷൻ ആരംഭിച്ചു. ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് കോവിഷീൽഡും കോവാക്സിൻ തുടങ്ങിയ വാക്സിനുകളാണ് ഉപയോഗിച്ചിരുന്നത്. 2021 മാർച്ച് 1-ാം തീയതിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നത്. ഡൽഹി എയിംസിൽ നിന്നാണ് നരേന്ദ്രമോദി കോവാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചതെന്ന കാര്യം ഓർക്കുക. അപ്പം അദ്ദേഹം സ്വീകരിച്ച ആ ഒരു വാക്സിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് കോവാക്സിൻ ആണ്. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2021 മാർച്ച് 1-ാം തീയതിയാണ്. 2021 മാർച്ച് 1-നാണ് മുതിർന്ന പൗരന്മാർക്ക് കോവിഡ് വാക്സിൻ നൽകി തുടങ്ങിയത്. തുടർന്ന് ഏപ്രിലോടുകൂടി 45 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിൻ നൽകി. മെയ് മാസത്തോടുകൂടി 2021 മെയ് മാസത്തോടുകൂടി 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിൻ നൽകാൻ തുടങ്ങി. കോവിഡ് വാക്സിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈസർ വാക്സിൻ. ഫൈസറും ബയോൺടെക് കമ്പനിയും ചേർന്ന് പുറത്തിറക്കിയ വാക്സിനാണ്. 2020 ഡിസംബർ 31-ാം തീയതി ലോകാരോഗ്യ സംഘടന അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകുന്നു ഈ വാക്സിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ലോകാരോഗ്യ സംഘടന അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകുന്നു ഫൈസർ വാക്സിന് 2020 ഡിസംബർ 31-ാം തീയതിയാണ്. കോവിഷീൽഡ് വാക്സിൻ നമുക്കറിയാം അസ്ട്രാസെനേക്ക, ഓക്സ്ഫോർഡ് ഇവർ ചേർന്നിട്ടാണ് ഈ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല നമ്മുടെ ഇന്ത്യയിൽ നിർവഹിക്കുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നമുക്കറിയാം. കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത് അസ്ട്രാസെനേക്ക, ഓക്സ്ഫോർഡ് എന്നിവർ ചേർന്നിട്ടാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യയിൽ ഇതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കോവാക്സിൻ ആണ്. നമുക്കറിയാം ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിനാണ് കോവാക്സിൻ എന്ന് പറയുന്നത്. ഇത് ഭാരത് ബയോടെക് ആണ് ഈ വാക്സിൻ വികസിപ്പിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ അടുത്ത് 2021 നവംബർ 3-ാം തീയതി ലോകാരോഗ്യ സംഘടന ഈ വാക്സിന് അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി കൊടുത്തു എന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് കോവാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ. അതുകൊണ്ട് തന്നെ വരുംകാല പരീക്ഷയിൽ 2021 നവംബർ 3 എന്ന തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ചോദിക്കാൻ 100% സാധ്യതയുള്ള ഒരു തീയതിയാണ്. അപ്പം എന്നാണ് കോവാക്സിന് ലോകാരോഗ്യ സംഘടന അനുമതി നൽകുന്നു, ഉപയോഗത്തിനുള്ള അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകുന്നതെന്ന് ചോദിച്ചാൽ 2021 നവംബർ 3-ാം തീയതിയാണെന്ന കാര്യം ഓർക്കുക. നമ്മുടെ രാജ്യത്ത്
കോവിഡ് വാക്സിൻ നൽകാൻ തുടങ്ങി 6 മാസത്തിനുള്ളിൽ 50 കോടി ഡോസുകൾ വിതരണം ചെയ്തു. രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്ലാക്ക് ഫംഗസ് രോഗബാധ റിപ്പോർട്ട് ചെയ്തു എന്ന വാർത്തയാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്ലാക്ക് ഫംഗസ് രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണെന്ന കാര്യം ഓർക്കുക. ഇത് കോവിഡ് ബാധിതരിലാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് ഓർത്തിരിക്കണം. മ്യൂക്കോർമൈക്കോസിസ് എന്നതാണ് ബ്ലാക്ക് ഫംഗസ് എന്ന ഈ രോഗത്തിൻ്റെ ശരിയായിട്ടുള്ള പേര്. മ്യൂക്കോർമൈക്കോസിസ് എന്നത് ബ്ലാക്ക് ഫംഗസ് എന്ന രോഗത്തിൻ്റെ ശരിയായിട്ടുള്ള പേരാണെന്ന കാര്യം ഓർക്കുക. ശരീരഭാഗങ്ങളിൽ ഫംഗസ് ബാധയുണ്ടായി കറുത്ത നിറം വന്ന് കോശങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയാണിത്. ഫംഗസ് ബാധയുണ്ടായ ഭാഗം നീക്കം ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് ബ്ലാക്ക് ഫംഗസിന്റെ ശരിയായിട്ടുള്ള പേരെന്ന് വെച്ചാൽ മ്യൂക്കോർമൈക്കോസിസ് എന്നാണ്. ഒപ്പം ഈ രോഗത്തെ പകർച്ചവ്യാധിയായിട്ട് നമ്മുടെ ഒരു സംസ്ഥാനം പ്രഖ്യാപിച്ചിരുന്നു. അത് രാജസ്ഥാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ രോഗത്തെ പകർച്ചവ്യാധിയായിട്ട് പ്രഖ്യാപിച്ചത് രാജസ്ഥാനാണ്. മ്യൂക്കോറലസ് കുടുംബത്തിൽപ്പെട്ട റൈസോപ്സ് എന്ന ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഒരു ഫംഗസ് അണുബാധയാണിത്. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പൂപ്പലാണിത്. മ്യൂക്കോറലസ് കുടുംബത്തിൽപ്പെട്ട റൈസോപ്സ് എന്ന ഫംഗസ് മൂലമുണ്ടാകുന്ന ഒരു ഫംഗസ് അണുബാധയാണിത്. നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുവരുന്ന ഒരു പൂപ്പലാണിതെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. മൂന്നാമതായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ പക്ഷിപ്പനി മരണം റിപ്പോർട്ട് ചെയ്തു എന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്ന ഹരിയാന സ്വദേശിയായ 12-കാരനാണ് പക്ഷിപ്പനി ബാധിച്ചു മരിച്ചത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിലാണ് പക്ഷിപ്പനി വൈറസായി H5N1 സ്ഥിരീകരിച്ചതെന്ന കാര്യം ഓർക്കുക. PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് H5N1 എന്ന് പറയുന്നത് പക്ഷിപ്പനി വൈറസ് ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നാലാമതായിട്ട് പരിചയപ്പെടുന്നത് പുലിസ്റ്റർ നേടി ഇന്ത്യൻ വംശജർ എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. പത്രപ്രവർത്തനം, സാഹിത്യം എന്നീ മേഖലകളിലെ പ്രവർത്തനത്തിനാണ് പുലിസ്റ്റർ സമ്മാനം നൽകുന്നത്. ഹംഗേറിയൻ അമേരിക്കൻ പ്രസാധകനായിരുന്ന ജോസഫ് പുലിസ്റ്ററിന്റെ സ്മരണാർത്ഥമാണ് വർഷം തോറും പുലിസ്റ്റർ പുരസ്കാരം നൽകുന്നത്. പത്രപ്രവർത്തനം, സാഹിത്യം എന്നീ മേഖലകൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 2021 പത്രപ്രവർത്തന വിഭാഗത്തിലാണ് ഇന്ത്യൻ വംശജരായ മേഘ രാജഗോപാലിനും നീൽ ബേദിക്കും പുലിസ്റ്റർ പുരസ്കാരം ലഭിക്കുന്നത്. 2021 പുലിസ്റ്റർ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 2 ഇന്ത്യൻ വംശജരുണ്ടായിരുന്നു. അവരുടെ പേരുകൾ മേഘ രാജഗോപാൽ, നീൽ ബേദി എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ മേഘ രാജഗോപാലിലേക്ക് വരുമ്പോൾ ഷിൻജിയാങ് പ്രവിശ്യയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളെ തടവിലാക്കുന്നതിനായി ചൈന നിർമ്മിച്ച തടങ്കൽ പാളയങ്ങളുടെ വാർത്തയാണ് അന്താരാഷ്ട്ര വിഭാഗത്തിൽ മേഘയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. പ്രാദേശിക റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരമാണ് നീൽ ബേദിക്ക് ലഭിച്ചത്. 2021 പുലിസ്റ്റർ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ പുരസ്കാരം ലഭിച്ച 2 ഇന്ത്യൻ വംശജരുടെ പേര് പരിചയപ്പെട്ടു. മേഘ രാജഗോപാലും നീൽ ബേദിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അഞ്ചാമതായിട്ട് പരിചയപ്പെടുന്നത് മങ്കി ബി വൈറസ് ബാധിച്ചുള്ള ആദ്യ മരണം ചൈനയിൽ റിപ്പോർട്ട് ചെയ്തു എന്ന വാർത്തയാണ്. മങ്കി ബി വൈറസ് ബാധിച്ചുള്ള ആദ്യ മരണം എവിടെ റിപ്പോർട്ട് ചെയ്തു? ചൈനയിൽ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത് അത്യപൂർവമായ ഒരു ഇൻഫെക്ഷനാണ് മങ്കി ബി വൈറസ് ഇൻഫെക്ഷൻ എന്നാണ്. ഇതിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഹെർപ്പസ് ബി എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ ഹെർപ്പസ് വൈറസ് സിമിയെ എന്നറിയപ്പെടുന്നത്, ഹെർപ്പസ് വൈറസ് ബി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഈ പറയുന്ന മങ്കി ബി വൈറസ് ആണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കുരങ്ങുപനി അല്ല ഇതെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ മങ്കി ബി വൈറസ് ബാധിച്ചുള്ള ആദ്യ മരണം ചൈനയിൽ. അതിന്റെ മറ്റു പേരുകൾ ഹെർപ്പസ് ബി, ഹെർപ്പസ് വൈറസ് സിമിയെ, ഹെർപ്പസ് വൈറസ് ബി എന്നീ കാര്യങ്ങൾ ഓർക്കുക. ആറാമതായിട്ട് പരിചയപ്പെടുന്നത് കോവിഡിനെതിരായി തദ്ദേശീയമായി വികസിപ്പിച്ച 2ാമത്തെ വാക്സിനാണ്
സൂചിയില്ലാത്ത ഇഞ്ചക്ഷൻ ആയിട്ടുള്ള സൈക്കോവ് ഡി എന്ന കാര്യം ഓർത്തിരിക്കുക. അഹമ്മദാബാദ് ആസ്ഥാനമായ സൈഡസ് കാഡില എന്ന കമ്പനിയാണ് ഈ വാക്സിൻ വികസിപ്പിച്ചത്. ഈ വാക്സിൻ ഈ അടുത്ത് ഡ്രഗ് കൺട്രോളർ ജനറലിന്റെ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, വിപണിയിൽ ലഭ്യമാവുന്ന ആദ്യത്തെ പ്ലാസ്മിഡ് DNA വാക്സിൻ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും സൈക്കോവ് ഡി ആണ്. നമ്മുടെ രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ടാമത്തെ കോവിഡ് വാക്സിൻ ഏതെന്ന് ചോദിച്ചാൽ സൈക്കോവ് ഡി ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത, സൂചി ഇല്ലാത്ത ഇഞ്ചക്ഷനിലൂടെയാണ് ഈ ഒരു വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അഹമ്മദാബാദ് ആസ്ഥാനമായ സൈഡസ് കാഡില എന്ന കമ്പനിയാണ് ഈ ഒരു വാക്സിൻ വികസിപ്പിച്ചത്. ഒപ്പം അറിഞ്ഞിരിക്കുക, വിപണിയിൽ ലഭ്യമാവുന്ന ആദ്യത്തെ പ്ലാസ്മിഡ് DNA വാക്സിൻ ഏതാണ്? സൈക്കോവ് ഡി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏഴാമതായിട്ട് പരിചയപ്പെടുന്നത് ചൊവ്വയിലിറങ്ങി പെർസീവറൻസ് എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. 2021 ശാസ്ത്ര ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്ന ഒരു വാർത്തയായിരുന്നു പെർസീവറൻസുമായി ബന്ധപ്പെട്ട് നാസയുടെ ചൊവ്വ ദൗത്യമാണ്. നാസയുടെ ചൊവ്വ ദൗത്യമാണ് പെർസീവറൻസ് എന്ന് പറയുന്നത്. ഈ നാസയുടെ ചൊവ്വ ദൗത്യമായ പെർസീവറൻസിന്റെ റോവർ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങി എന്ന വാർത്ത 2021 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. 2021 ഫെബ്രുവരി മാസം 19 ചൊവ്വയിൽ ഈ റോവർ ഇറങ്ങുന്നത് എന്ന കാര്യം ഓർക്കുക. ഇന്ത്യൻ സമയം രാവിലെ 2:25 റോവർ വിജയകരമായിട്ട് ചൊവ്വയിൽ ഇറങ്ങിയത്. 2020 ജൂലൈ 30 വിക്ഷേപിച്ച പേടകം 7 മാസത്തിനുള്ളിൽ 30 കോടി മൈൽ സഞ്ചരിച്ചാണ് ചൊവ്വയിൽ എത്തുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം ചൊവ്വയിലെ ജീവന്റെ സാന്നിധ്യം തിരിച്ചറിയുക, സൂക്ഷ്മജീവികളെ കുറിച്ച് പഠിക്കുക, മനുഷ്യന് ഭാവിയിലെത്താൻ സഹായകമായ കണ്ടെത്തലുകൾ നടത്തുക തുടങ്ങിയവയൊക്കെയാണ് ഈ പേടകത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന കാര്യം ഓർക്കുക. അപ്പൊ നാസയുടെ, അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസയുടെ ചൊവ്വ ദൗത്യമാണ് പെർസീവറൻസ് എന്ന കാര്യം ഓർക്കുക. അതിന്റെ റോവർ ചൊവ്വയിൽ ഇറങ്ങിയ തീയതി 2020 ഫെബ്രുവരി 19 എട്ടാമതായിട്ട് പരിചയപ്പെടുന്നത് കൊറോണ വൈറസ് വകഭേദങ്ങളെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ 4 പേരുകൾ പറയുന്നു. ആദ്യമായിട്ട് ഇന്ത്യയിൽ കണ്ടെത്തിയ ആദ്യത്തെ 3 വകഭേദങ്ങളാണ് നമ്മളിവിടെ ആദ്യമായിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് കാപ്പയാണ്. കാപ്പ, ഡെൽറ്റ പ്ലസ്, ഈ 3 ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള കൊറോണ വൈറസ് വകഭേദങ്ങൾ എന്ന കാര്യം ഓർക്കുക. ഇവയുടെ ശാസ്ത്രീയ നാമമാണ്, കാപ്പയുടേത് B1.617.1 ഡെൽറ്റയുടേത് B1.617.2 AY1 എന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസിന്റെ ശാസ്ത്രീയ നാമവുമാണ്. അപ്പൊ കാപ്പയും ഡെൽറ്റയും ഡെൽറ്റ പ്ലസും ഇന്ത്യയിലാണ് കണ്ടെത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ കണ്ടെത്തിയ കൊറോണ വൈറസിന്റെ വകഭേദങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നു. അവയുടെ പേരുകളാണ് കാപ്പ, ഡെൽറ്റ പ്ലസ്. ഒപ്പം നമ്മൾ അവയുടെ ശാസ്ത്രീയ നാമവും പരിചയപ്പെട്ടു. ലോകം മൊത്തം ഭീതിയിലാക്കിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിന്റെ വകഭേദമാണ് ഒമിക്രോൺ എന്ന് പറയുന്നത്. ഇത് ദക്ഷിണാഫ്രിക്കയിലാണ് 2021 നവംബർ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം അറിഞ്ഞിരിക്കുക, B1.1.529 എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. 2021 നവംബറിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 4 പേരുകൾ കാപ്പ, ഡെൽറ്റ പ്ലസ്. ഈ 3 കണ്ടെത്തിയത് ഇന്ത്യയിലാണ്. 2020 കാപ്പയും ഡെൽറ്റയും ഇന്ത്യയിൽ കണ്ടെത്തിയത്. 2021 ഡെൽറ്റ പ്ലസ് കണ്ടെത്തി. ഒമിക്രോൺ എന്ന് പറയുന്ന കൊറോണ വൈറസിന്റെ വകഭേദം 2021 നവംബറിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായി കണ്ടെത്തുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തായിട്ട് വരുന്നത് ഗാമയാണ്. ഗാമ കൊറോണ വൈറസിന്റെ വകഭേദമാണ്. ഇത് കണ്ടെത്തുന്നത് ബ്രസീലിലാണ് ഗാമ കണ്ടെത്തുന്നത്. ബ്രസീലിൽ തന്നെയാണ് സീറ്റയും കണ്ടെത്തുന്നത്. ബ്രസീലിൽ കണ്ടെത്തിയിട്ടുള്ള കൊറോണ വൈറസിന്റെ 2 വകഭേദങ്ങൾ ഗാമയും സീറ്റയുമാണ്. തീറ്റ എന്ന് പറയുന്ന വകഭേദം ഫിലിപ്പീൻസിലാണ് കണ്ടെത്തിയത്. കൊറോണ വൈറസിന്റെ വകഭേദമാണ് തീറ്റ. അത് കണ്ടെത്തിയത് ഫിലിപ്പീൻസിലാണ്. ഗാമയുടെ ശാസ്ത്രീയ നാമം P1, അതുപോലെ തന്നെ സീറ്റ P2, തീറ്റ P3 എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പൊ ഗാമ എവിടെയാണ്, സീറ്റ എവിടെയാന്ന് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ബ്രസീലിൽ കണ്ടെത്തിയ കൊറോണ വൈറസിന്റെ വകഭേദങ്ങൾക്ക് നൽകിയ പേരാണ് ഗാമയും സീറ്റയും.
ഫിലിപ്പീൻസിൽ കണ്ടെത്തിയിട്ടുള്ള കൊറോണ വൈറസിന്റെ വകഭേദങ്ങളാണ് തീറ്റ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈറ്റ എന്ന് പറയുന്ന വകഭേദം കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ്. അത് നിരവധി രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 2020. ഇയോറ്റ എന്ന് പറയുന്ന വകഭേദം 2020 USA കണ്ടെത്തിയത്. 2020 USA കണ്ടെത്തിയ മറ്റൊരു വകഭേദമാണ് എപ്സിലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൽഫ കണ്ടെത്തിയിരിക്കുന്നത് UK ബീറ്റ എന്ന വകഭേദം കണ്ടെത്തിയിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഒമിക്രോൺ അതുപോലെ തന്നെ ബീറ്റ ഇത് രണ്ടും കണ്ടെത്തുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. UK ആൽഫ എന്ന് പറയുന്ന വകഭേദം, ഇയോറ്റ എപ്സിലോൺ എന്നത് USA കണ്ടെത്തിയത്. ഈറ്റ എന്ന് പറയുന്നതും കൊറോണ വൈറസിന്റെ ഒരു വകഭേദത്തിന് നൽകിയിട്ടുള്ള പേരാണ്. അത് നിരവധി രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 9ാമതായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യയിൽ സെപ്റ്റംബർ 17 2021 സെപ്റ്റംബർ 17 2.5 കോടി വാക്സിൻ ഡോസുകൾ നൽകി റെക്കോർഡിട്ടു എന്നൊരു വാർത്തയാണ്. ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ വാക്സിൻ നൽകുന്ന ആ ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2021 സെപ്റ്റംബർ 17 വരുന്ന പരീക്ഷയിൽ ചോദിക്കാം. 2021 സെപ്റ്റംബർ 17 ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ വാക്സിൻ നൽകുന്ന കോവിഡ് വാക്സിൻ നൽകുന്ന ദിവസമായിട്ട് റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. 2021 സെപ്റ്റംബർ 17 2.5 കോടി വാക്സിനാണ് ഈ ഒരു ദിവസം മാത്രം ഇന്ത്യ ഒട്ടാകെ നൽകിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത വാർത്ത 10ാമതായിട്ട് ഏകീകൃത ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന് തുടക്കമായി എന്നതാണ് നമ്മുടെ വാർത്ത. ഈ ഒരു പദ്ധതി പ്രകാരം ഓരോ ഇന്ത്യൻ പൗരനും ഹെൽത്ത് കാർഡ് ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഈ ഹെൽത്ത് ID കാർഡിന് ഒരു നമ്പർ ഉണ്ടായിരിക്കും. നമുക്കറിയാവുന്നതാണ്, എല്ലാ ID കാർഡിനും ഉള്ള പോലെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. അത് എത്ര ഡിജിറ്റ്, എത്ര അക്കങ്ങൾ ഉള്ളതാണ് എന്ന് ചോദിച്ചാൽ 14 അക്ക തിരിച്ചറിയൽ നമ്പർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. വരുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്. ഹെൽത്ത് ID കാർഡ് നൽകുന്നു, ആ ID കാർഡിലെ തിരിച്ചറിയൽ നമ്പറിൽ എത്ര അക്കങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 14 എന്ന് ഉത്തരം വരുന്നു. വ്യക്തികളുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ഈ ഒരു പദ്ധതി പ്രകാരം ചെയ്യുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 11ാമതായിട്ട് പരിചയപ്പെടുന്നത് മരണാനന്തരം കണ്ണ് ദാനം ചെയ്യുന്നത് പോലെ ഇനി ത്വക്ക് ദാനം ചെയ്യാമെന്നൊരു വാർത്തയാണ്. ഇതിനുള്ള സൗകര്യം കേരളത്തിൽ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കൊക്കെ ഇതിന്റെ ഗുണം ലഭിക്കും എന്ന കാര്യം ഓർക്കുക. അപ്പൊ ആദ്യമായിട്ട് ത്വക്ക് ദാനം ചെയ്യാനുള്ള ഒരു സൗകര്യം എവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ന്യൂമോകോക്കൽ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ PCV10 കേരളത്തിൽ നൽകി തുടങ്ങി എന്നൊരു വാർത്തയാണ്. ന്യൂമോകോക്കൽ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ PCV10 എന്ന് പറയുന്ന വാക്സിൻ നമ്മുടെ കേരളത്തിൽ നൽകി തുടങ്ങി എന്നതാണ് നമ്മുടെ വാർത്ത. സാർവത്രിക പ്രതിരോധ കുത്തിവെപ്പിന്റെ ഭാഗമായിട്ട് 2021 ഒക്ടോബർ 1 മുതലാണ് ഈ ഒരു കുത്തിവെപ്പ് ആരംഭിച്ചത്. വാക്സിൻ എന്താണ്? സൗജന്യമാണ്. ഈ ഒരു വാക്സിൻ നിർമ്മിക്കുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു വാക്സിൻ നിർമ്മിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് കുഞ്ഞ് ജനിച്ച് 6 ആഴ്ച പ്രായമാകുമ്പോൾ 1ാമത്തെ ഡോസ് കൊടുക്കും. 2ാമത്തെ ഡോസ് കൊടുക്കുന്നത് 14 ആഴ്ച ആകുമ്പോഴാണ്. ഇനി ഒരു ബൂസ്റ്റർ ഡോസ് ഉണ്ട്, അത് കൊടുക്കുന്നത് 9 മാസമാകുമ്പോഴാണെന്ന കാര്യം ഓർത്തിരിക്കുക. ന്യൂമോകോക്കൽ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ PCV10 അത് കേരളത്തിൽ നൽകി തുടങ്ങി. 2021 ഒക്ടോബർ 1 മുതലാണ് ഇത് നൽകി തുടങ്ങിയത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു വാക്സിൻ നിർമ്മിക്കുന്നത്. സൗജന്യമായിട്ടാണ് ഈ വാക്സിൻ നൽകുന്നത്. കുഞ്ഞ് ജനിച്ച് 6 ആഴ്ച പ്രായമാകുമ്പോൾ 1ാമത്തെ ഡോസ് നൽകുന്നു. 14 ആഴ്ചയാകുമ്പോൾ 2ാം ഡോസ്, ബൂസ്റ്റർ ഡോസ് നൽകുന്നത് 9 മാസമാകുമ്പോഴാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മലേറിയ പ്രതിരോധിക്കാനുള്ള ലോകത്തെ ആദ്യത്തെ പ്രതിരോധ വാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകി എന്നതാണ് ഇവിടെ നമ്മുടെ വാർത്ത. പാരസൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന രോഗകാരികൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ആദ്യത്തെ വാക്സിൻ കൂടിയാണിത്. അതിന് നൽകിയിരിക്കുന്ന പേര് ഒന്ന് RTS എന്ന പേരിൽ അറിയപ്പെടുന്നു, മറ്റൊന്ന് SBAR-A-S01 എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്നു
മോസ്ക്യൂരിക്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. മോസ്ക്യൂരിക്സ് എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ മലേറിയ പ്രതിരോധിക്കാനുള്ള ലോകത്തെ ആദ്യത്തെ പ്രതിരോധ വാക്സിനാണ് ഈ പറയുന്ന ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ പ്രതിരോധ വാക്സിനാണ് മോസ്ക്യൂരിക്സ് എന്ന കാര്യം ഓർത്തിരിക്കുക. പാരാസൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന രോഗകാരികൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ആദ്യത്തെ വാക്സിൻ കൂടിയാണ് ഇത് മോസ്ക്യൂരിക്സ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വാക്സിൻ വികസിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഈ വാക്സിന്റെ പേര് ഓർക്കുക, മോസ്ക്യൂരിക്സ് എന്നതാണ് ആ ഒരു വാക്സിൻ, അല്ലെങ്കിൽ RTS-SBAR-01 എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. എന്താണ് ഇത്? മലേറിയ പ്രതിരോധിക്കാനുള്ള ലോകത്തെ ആദ്യത്തെ പ്രതിരോധ വാക്സിനാണ്. അത് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകി. ഒപ്പം പാരാസൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്കെതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ആദ്യത്തെ വാക്സിൻ കൂടിയാണ് മോസ്ക്യൂരിക്സ് എന്ന കാര്യം ഓർത്തിരിക്കുക. 14-ാമതായിട്ട് പരിചയപ്പെടുന്നത് ലോകത്തെ ആദ്യത്തെ കാലാവസ്ഥ വ്യതിയാന രോഗി എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാനഡയിലാണ്. ലോകത്തെ ആദ്യത്തെ കാലാവസ്ഥ വ്യതിയാന രോഗി എവിടെയാണ്? കാനഡയിലാണ്. 70 വയസ്സുള്ള സ്ത്രീയിലാണ് കാലാവസ്ഥ വ്യതിയാന രോഗത്തിന് ചികിത്സ നേടിയത്. ശ്വാസതടസ്സത്തെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രോഗകാരണം കാലാവസ്ഥ വ്യതിയാനമാണെന്ന് പിന്നീട് കണ്ടെത്തി. ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലുണ്ടായ കാട്ടുതീ കാരണമാണ് ഇവരുടെ ശ്വാസതടസ്സം വർദ്ധിച്ചതെന്നാണ് കരുതുന്നത്. 15-ാമതായിട്ട് പരിചയപ്പെടുന്നു ഇന്ത്യയുടെ 40-ാമത് അന്റാർട്ടിക് പരിവേഷണത്തിന് ജനുവരി 5-ന് തുടക്കമായി എന്ന മറ്റൊരു വാർത്തയാണ്. ഗോവയിലെ മർമഗോവ തുറമുഖത്തായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. അവിടെ നിന്നാണ് ഇത് തുടക്കം കുറിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, MV വാസ്ലി ഗോലോവിൻ എന്ന് പറയുന്ന കപ്പലിലാണ് 43 പേരടങ്ങുന്ന സംഘം പുറപ്പെട്ടത്. സംഘം ഫെബ്രുവരി 27-ാം തീയതി ഭാരതി സ്റ്റേഷനിലും, ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഭാരതി സ്റ്റേഷനിലും, ഒപ്പം മാർച്ച് 8-ന് അവിടെയുള്ള ഇന്ത്യയുടെ മൈത്രി സ്റ്റേഷനിലും എത്തി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ ഇന്ത്യയിലെ നിലവിൽ പ്രവർത്തനത്തിലുള്ള അന്റാർട്ടിക്കയിലെ സ്റ്റേഷനുകളാണ് ഭാരതി സ്റ്റേഷനും അതുപോലെ തന്നെ മൈത്രി സ്റ്റേഷനും. ഇവിടെ യഥാക്രമം ഫെബ്രുവരി 27-ാം തീയതി മാർച്ച് 8-ാം തീയതിയും എത്തിച്ചേരുന്നു. 94 ദിവസം 12,000 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച സംഘം യാത്ര പൂർത്തിയാക്കി ഏപ്രിൽ 10-ന് ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ മടങ്ങിയെത്തി. ഇവിടെ പ്രധാനമായിട്ടും ഇന്ത്യയുടെ 40-ാമത് അന്റാർട്ടിക് പരിവേഷണമാണെന്ന് ഓർക്കുക. ജനുവരി 5-ന് പുറപ്പെട്ടു എന്ന് ഓർത്തിരിക്കുക. എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഗോവയിലെ മർമഗോവയിൽ നിന്നാണ്. MV വാസ്ലി ഗോലോവിൻ എന്ന കപ്പലിലാണ് 43 പേരടങ്ങുന്ന സംഘം പുറപ്പെട്ടത്. ഒപ്പം ഫെബ്രുവരി 27-ന് ഭാരതി സ്റ്റേഷനിലും മാർച്ച് 8-ന് മൈത്രി സ്റ്റേഷനിലും എത്തുന്നു. തിരിച്ച് അവർ കേപ്പ് ടൗണിൽ ഏപ്രിൽ 10-ന് എത്തി എന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബംഗബന്ധു ബാപ്പു മ്യൂസിയം. ബംഗബന്ധു ബാപ്പു മ്യൂസിയം ധാക്കയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ ബംഗബന്ധു ബാപ്പു മ്യൂസിയം 2021-ൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ധാക്കയിലാണ്. 2021 മാർച്ച് 26-ന് നമ്മുടെ പ്രധാനമന്ത്രി സ്വർണ ജയന്തി സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. അത് ഏത് രാജ്യത്തെ യുവജനങ്ങളെ ലക്ഷ്യമിട്ടാന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിലെ യുവജനങ്ങളെ ലക്ഷ്യമിട്ടാണ്. ഇന്ത്യൻ കമ്പനികളുടെ സഹായത്തോടെ വികസിപ്പിക്കുന്ന റൂപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശിലാണെന്ന് കാര്യം ഓർത്തിരിക്കണം. മൈത്രി ദിവസമായിട്ട് ആചരിക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തീരുമാനിക്കുന്നു. അത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ഡിസംബർ 6-ാം തീയതിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 17-ാമതായിട്ട് പരിചയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2021 ഒക്ടോബർ 16-ന് പ്രഖ്യാപിച്ച 51-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുംകാല പരീക്ഷകളിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, എത്രാമത്തതാണ് 2021-ൽ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 51 എന്ന കാര്യം ഓർത്തിരിക്കുക. 2021 ഒക്ടോബർ 16-ാം തീയതിയാണ് ഇത് പ്രഖ്യാപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ 2021 ഒക്ടോബർ 16-ന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. അത് എത്രാമത്തതാണ് എന്ന് ചോദിച്ചാൽ 51-ാമത്തതാണ്. 2020 വർഷത്തിലെ ചലച്ചിത്രങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ പുരസ്കാരം നൽകിയത്. ഇതിൽ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ചലച്ചിത്രമാണ്. മികച്ച നടനായിട്ട് വരുന്നത് വെള്ളം സിനിമയിലെ അഭിനയത്തിന് ജയസൂര്യക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത്. കപ്പേള എന്ന സിനിമയിലെ അഭിനയ മികവിന് മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത് അന്ന ബെന്നിനെയാണ്. എന്നിവർ എന്ന സിനിമ സംവിധാനം ചെയ്ത സിദ്ധാർത്ഥ് ശിവ മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തു.
മികച്ച സിനിമ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, മികച്ച നടൻ ജയസൂര്യ, മികച്ച നടി അന്നാബെൻ, മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ് ശിവയാണെന്ന് കാര്യം ഓർക്കുക. മികച്ച തിരക്കഥാകൃത്തായിട്ട് തെരഞ്ഞെടുത്തത് ജിയോ ബേബിയാണ്. മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രനാണ്. മികച്ച ഗായകൻ ഷഖബാസ് അമനും മികച്ച ഗായിക നിത്യ മാമനുമാണ്. മികച്ച ഗാനരചയിതാവ് അൻവർ അലിയാണ്. സ്വഭാവ നടനായിട്ട് സുധീഷും സ്വഭാവ നടിയായിട്ട് ശ്രീരേഖയുമാണ് തെരഞ്ഞെടുക്കുന്നത്. 51ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021 ഒക്ടോബർ 16 പ്രഖ്യാപിക്കുന്നു. ഈ 2020 വർഷത്തിലെ ചലച്ചിത്രങ്ങളാണ് പരിഗണിച്ചത്. അതിൽ മികച്ച സിനിമ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, മികച്ച നടൻ ജയസൂര്യ, മികച്ച നടി അന്നാബെൻ, മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ് ശിവയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം തന്നെ 2019 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരവും പ്രഖ്യാപിച്ചു. ഇത് ലഭിച്ചത് രജനീകാന്തിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ 2019 ഏറ്റവും അവസാനമായിട്ട് 2019 ഏറ്റവും അവസാനമായിട്ട് പ്രഖ്യാപിച്ച ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അത് ലഭിക്കുന്ന ആർക്കാണ്? രജനീകാന്തിനാണ്. 2021 പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചലച്ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് മലയാള ചലച്ചിത്രമായ മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണെന്ന കാര്യം പ്രത്യേകം ഓർത്തുവെക്കുക. ഇത് സംവിധാനം ചെയ്തത് പ്രിയദർശനാണെന്ന് നമുക്കറിയാം. ഒപ്പം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഉൾപ്പെടെ മലയാളത്തിലേക്ക് 11 അവാർഡുകൾ എത്തി എന്നതാണ് 2021 പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2021 പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാളത്തിലേക്ക് എത്ര പുരസ്കാരം എത്തിയിട്ടുണ്ട്? മൊത്തം 11 പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. 2021 പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായിട്ട് വരുന്ന 2 പേരാണ്. ഒന്ന് ധനുഷ്, മറ്റൊന്ന് മനോജ് ബാജ്പേയി ആണ്. അസുരൻ എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് ധനുഷ് മികച്ച നടനായിട്ടും ബോൺസലെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മനോജ് ബാജ്പേയിയും മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തു. മികച്ച നടിയായിട്ട് വരുന്നത് കങ്കണ റണൌട്ട് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പങ്ക, മണികർണിക തുടങ്ങിയ ചലച്ചിത്രങ്ങളിൽ അഭിനയ മികവിന് മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത് കങ്കണ റണൌട്ടിനെയാണ്. മികച്ച സംവിധായകൻ സഞ്ജയ് പുരൺ സിംഗ് ചൗഹാനാണ്. സഞ്ജയ് പുരൺ സിംഗ് ചൗഹാനാണ് മികച്ച സംവിധായകൻ. മികച്ച സഹനടനായിട്ട് തെരഞ്ഞെടുത്തത് വിജയ് സേതുപതിനെയാണ്. മികച്ച സഹനടി പല്ലവി ജോഷിയാണ് മികച്ച സഹനടി. ഛായാഗ്രഹണത്തിന് പുരസ്കാരം, മികച്ച ഛായാഗ്രഹകനുള്ള പുരസ്കാരം മലയാളത്തിലേക്ക് വന്നു. ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെടുത്തി ഗിരീഷ് ഗംഗാധരനാണ് ആ പുരസ്കാരം ലഭിച്ചത്. പുതുമുഖ സംവിധായകനുള്ള പുരസ്കാരം ഹെലൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്ത മാത്തുക്കുട്ടി സേവ്യർക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. മികച്ച മലയാള ചിത്രം ഏതാണ്? 2021 പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചലച്ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് കള്ളനോട്ടം എന്ന ചലച്ചിത്രമാണ്. രാഹുൽ റിജി നായരാണ് ഇത് സംവിധാനം ചെയ്തത്. മികച്ച ഗാനരചയിതാവായിട്ട് പ്രഭാവർമ്മ തെരഞ്ഞെടുത്തു. സ്പെഷ്യൽ ഇഫക്റ്റിനുള്ള പുരസ്കാരം സിദ്ധാർത്ഥ് പ്രിയദർശനാണ് ലഭിച്ചത്. മരക്കാർ അറബിക്കടലിന്റെ സിംഹവും എന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ് പ്രിയദർശന് സ്പെഷ്യൽ ഇഫക്റ്റിനുള്ള പുരസ്കാരവും ലഭിച്ചു. മികച്ച നടൻ ധനുഷ്, മനോജ് ബാജ്പേയി. മികച്ച നടി കങ്കണ റണൌട്ട് ആണ്. അതോടൊപ്പം തന്നെ മികച്ച സിനിമ നമ്മൾ പരിചയപ്പെട്ടു, മരക്കാർ അറബിക്കടലിന്റെ സിംഹം. മികച്ച സംവിധായകൻ പരിചയപ്പെട്ടു, സഞ്ജയ് പുരൺ സിംഗ് ചൗഹാൻ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. 2021 പ്രഖ്യാപിച്ച ഓസ്കാർ അവാർഡിന് നിരവധി പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് പറയേണ്ടത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അവതാരകരോ കാണികളോ മത്സരാർത്ഥികളോ ആഡംബരങ്ങളോ ഇല്ലാതെ നടന്ന ഓസ്കാർ അവാർഡ് ചടങ്ങ് എന്നൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രഖ്യാപന ചടങ്ങ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് നടക്കുന്നത് ലോസ് ആഞ്ചലസിലെ യൂണിയൻ സ്റ്റേഷനിലാണെന്ന കാര്യം ഓർക്കുക. മികച്ച സംവിധായികയായിട്ട് തെരഞ്ഞെടുക്കുന്നത് ക്ലോയി ചാവോനെയാണ്. അവർ സംവിധാനം ചെയ്ത ചലച്ചിത്രം നൊമാഡ് ലാൻഡ് എന്ന് പറയുന്ന ചലച്ചിത്രമാണ്. ഏറ്റവും വലിയ പ്രത്യേകത 93 വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഏഷ്യൻ വംശജ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി എന്നതാണ്. 93 വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ ഓസ്കാർ സമ്മാനം നൽകി തുടങ്ങി 93ാമത്തെ എഡിഷനാണ് നൽകുന്നത്. ആ 93 വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഏഷ്യൻ വംശജ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. അതാരാന്ന് ചോദിച്ചാൽ ക്ലോയി ചാവോയാണ്. ചൈനീസ് വംശജയാണ് ക്ലോയി ചാവോ എന്ന കാര്യം ഓർക്കുക.
മികച്ച സംവിധാനത്തിലുള്ള ഓസ്കാർ നേടുന്ന രണ്ടാമത്തെ സ്ത്രീയാണ് ക്ലോയി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 2021 പ്രഖ്യാപിച്ച ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായിക ക്ലോയി ചാവോയാണ്. അവരുടെ സിനിമ ചോദിക്കുകയാണെങ്കിൽ നൊമാഡ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ 93 വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഏഷ്യൻ വംശജ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി എന്നൊരു പ്രത്യേകതയുണ്ട്. ഇവർ ചൈനീസ് വംശജയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. മികച്ച സംവിധാനത്തിലുള്ള ഓസ്കാർ നേടുന്ന എത്രാമത്തെ സ്ത്രീയാണ് ക്ലോയി എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ സ്ത്രീയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തത് ആന്റണി ഹോപ്കിൻസ് ആണ്. ദ ഫാദർ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ അഭിനയ മികവിന് മികച്ച നടനായിട്ട് ആന്റണി ഹോപ്കിൻസിനെ തെരഞ്ഞെടുത്തു. ഓസ്കാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ മികച്ച നടനാണ് ആന്റണി ഹോപ്കിൻസ് എന്നൊരു പ്രത്യേകതയുണ്ട് ഇവിടെ. മികച്ച നടൻ ആന്റണി ഹോപ്കിൻസ് ആണ്. അവർ അഭിനയിച്ച ചലച്ചിത്രം ദ ഫാദർ ആണ്. ഓസ്കാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ മികച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ ആന്റണി ഹോപ്കിൻസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത് ഫ്രാൻസസ് മക്ഡോർമണ്ടിനെയാണ്. അവരുടെ ചലച്ചിത്രം ഏത് ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് അവർ മികച്ച നടിയായിട്ട് വരുന്നത്? നൊമാഡ്ലാൻഡ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് ഫ്രാൻസസ് മക്ഡോർമണ്ട് മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കുന്നത്. മികച്ച നടൻ പരിചയപ്പെട്ടു ആന്റണി ഹോപ്കിൻസ്, മികച്ച നടി പരിചയപ്പെട്ടു ഫ്രാൻസസ് മക്ഡോർമണ്ട് എന്ന കാര്യം ഓർക്കുക. അപ്പൊ മികച്ച നടി ഫ്രാൻസസ് മക്ഡോർമണ്ട്, മികച്ച നടൻ ആന്റണി ഹോപ്കിൻസ്, മികച്ച സംവിധായികയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ക്ലോയി ചാവോയിനെയാണ്. മികച്ച സഹനടിയായിട്ട് വരുന്നത് യു ജുങ് യൂങ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇവിടെ ഈ പേര് പറയാൻ കാരണം ഒരു ദക്ഷിണ കൊറിയൻ അഭിനേതാവിന് ലഭിക്കുന്ന ആദ്യ ഓസ്കാർ ആണെന്നൊരു പ്രത്യേകതയുണ്ട്. ഒരു ദക്ഷിണ കൊറിയൻ അഭിനേതാവിന് ലഭിക്കുന്ന ആദ്യത്തെ ഓസ്കാറാണ് മികച്ച സഹനടിയായി തെരഞ്ഞെടുത്ത യു ജൂങ് യൂങ്ങിന് ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. തോമസ് വിന്റർബർഗിന്റെ ഡാനിഷ് ചിത്രം അനദർ റൗണ്ട് ആണ് മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത്. തോമസ് വിന്റർബർഗിന്റെ ഡാനിഷ് ചലച്ചിത്രമായ അനദർ റൗണ്ട് അതാണ് മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്രമായിട്ട് ഈ ഒരു ഓസ്കാർ പുരസ്കാരത്തിൽ തെരഞ്ഞെടുത്തത്. മാ റെയ്നീസ് ബ്ലാക്ക് ബോട്ടം എന്ന ചിത്രത്തിലൂടെ കോസ്റ്റ്യൂം ഡിസൈനർ പുരസ്കാരം നേടിയ 85-കാരി ആൻ റോത്ത് പ്രായം കൂടിയ പുരസ്കാര ജേതാവായി. കോസ്റ്റ്യൂം ഡിസൈനർക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് 85-കാരിയായിട്ടുള്ള ആൻ റോത്തിനാണ്. ഇതിലൂടെ അവിടെ ഒരു ചരിത്രം പിറക്കുകയാണ്. ഓസ്കാറിൽ ഏറ്റവും പ്രായം കൂടിയ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആൻ റോത്ത് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പ്രോമിസിംഗ് യങ് വുമണിന്റെ തിരക്കഥയൊരുക്കിയ എമറാൾഡ് ഫെനലാണ് തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ വ്യക്തി. ആ പേര് പറയാൻ കാരണം 13 കൊല്ലത്തിന് ശേഷം ഈ ഒരു ബഹുമതി, മികച്ച തിരക്കഥാകൃത്തിനുള്ള ബഹുമതി ഒരു സ്ത്രീക്ക് ലഭിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രോമിസിംഗ് യങ് വുമണിന്റെ തിരക്കഥയൊരുക്കിയ എമറാൾഡ് ഫെനലാണ് തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയത്. 13 കൊല്ലത്തിന് ശേഷമാണ് ഈ ഒരു ബഹുമതി ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഓസ്കാർ എന്ന് പറയുന്ന ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 20ാമതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് 2022 94ാമത് ഓസ്കാർ പുരസ്കാരത്തിനായിട്ട് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് വരുന്നത് കൂഴങ്ങൾ എന്ന തമിഴ് ചലച്ചിത്രമാണെന്ന കാര്യം ഓർക്കുക. 2022 94ാമത് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് കൂഴങ്ങൾ എന്ന തമിഴ് ചലച്ചിത്രത്തെ തെരഞ്ഞെടുത്തു. ഇത് സംവിധാനം ചെയ്തത് വിനോദ് രാജ് PS ആണ്. വിഘ്നേഷ് ശിവനും നയൻതാരയുമാണ് ഇതിന്റെ നിർമ്മാതാക്കൾ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ കൂഴങ്ങൾ എന്ന ചലച്ചിത്രത്തിന്റെ പേര് ഓർത്തിരിക്കണം. 2020ലെയും 2021ലെയും ജ്ഞാനപീഠ പുരസ്കാരം ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചത്. PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നുള്ള ചോദ്യം. 2020ലെയും 2021ലെയും ജ്ഞാനപീഠ പുരസ്കാരം, അതായത് 56ാമത് ജ്ഞാനപീഠ പുരസ്കാരവും 57ാമത് ജ്ഞാനപീഠ പുരസ്കാരവും 2021 ഒരുമിച്ച് പ്രഖ്യാപിച്ചു. അതിൽ 2020ലെ 56ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആസാമീസ് കവിയായിട്ടുള്ള നിൽമാനി ഫുക്കാനാണെന്ന കാര്യം ഓർക്കുക. ആസാമീസ് കവിയായിട്ടുള്ള നിൽമാനി ഫുക്കാനാണ് 56ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2020ലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര്, അല്ലെങ്കിൽ 56ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ ആസാമീസ് കവിയായിട്ടുള്ള നിൽമാനി ഫൂക്കാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക.
57ാമത് ജ്ഞാനപീഠ പുരസ്കാരം, അതായത് 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗോവയിലെ കൊങ്കണി നോവലിസ്റ്റ് ആയിട്ടുള്ള ദാമോദർ മൗസോവിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗോവയിലെ കൊങ്കണി നോവലിസ്റ്റ് ആയിട്ടുള്ള ദാമോദർ മൗസോവിനാണ് 2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2020 56ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആസാമീസ് കവിയായിട്ടുള്ള നെൽമാനി ഫൂക്കാനും. 2021 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആർക്കാന്ന് ചോദിച്ചാൽ ഗോവയിലെ കൊങ്കണി നോവലിസ്റ്റ് ആയിട്ടുള്ള ദാമോദർ മൗസോവിനുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം 2021 പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് പി വത്സലയ്ക്കാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരെന്നൊരു ചോദ്യം വരുംകാല പരീക്ഷയിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. ഉത്തരം പി വത്സലയാണ്. 2021 വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു. വയലാർ അവാർഡ് ലഭിക്കുന്നത് ബെന്നാമിനാണെന്ന കാര്യം ഓർക്കുക. അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിലൂടെയാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്നത് ബെന്നാമിന്റെ നോവലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു കൃതിക്കാണ് 2021 വയലാർ രാമവർമ്മ സ്മാരക ട്രസ്റ്റിന്റെ വയലാർ അവാർഡ് ലഭിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 1 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. ഒപ്പം കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 2021 പ്രഖ്യാപിച്ച JCB പുരസ്കാരം 2021 പ്രഖ്യാപിച്ച JCB പുരസ്കാരം ലഭിക്കുന്നത് M മുകുന്ദനാണ്. മലയാളത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ നോവലായിട്ടുള്ള ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. അതിന്റെ പേര് ഡൽഹി എ സോളിലോക്കി എന്നാണ് അതിന്റെ പേര്. ആ ഒരു നോവലിനാണ് ഈ പറയുന്ന JCB പുരസ്കാരം ലഭിക്കുന്നത്. ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി എന്ന് പറഞ്ഞു. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ 2 പേരാണ്. ഒന്ന് ഫാത്തിമ ഇവിയും മറ്റൊന്ന് നന്ദകുമാർ കെയുമാണ്. ഇവർ 2 പേരും ചേർന്നിട്ടാണ് ഈ പറയുന്ന M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന നോവല് ഇംഗ്ലീഷിലേക്ക് ഡൽഹി എ സോളിലോക്കി എന്ന പേരിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. 2021 പ്രഖ്യാപിച്ച JCB പുരസ്കാരം മലയാളത്തിലേക്ക് വരുന്നു. അത് M മുകുന്ദനാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡൽഹി ഗാഥകൾ എന്ന നോവലിനാണ് ലഭിക്കുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. ഡൽഹി എ സോളിലോക്കി എന്ന പറയുന്ന പേരിൽ ആ ഒരു നോവലാണ് JCB പുരസ്കാരം 2021 അർഹയായത്. അത് ആരാണ് പരിഭാഷപ്പെടുത്തിയത് ഇംഗ്ലീഷിലേക്ക് എന്ന് ചോദിച്ചാൽ 2 പേരുകൾ പറയണം. ഒന്ന് ഫാത്തിമ ഇവിയും മറ്റൊന്ന് നന്ദകുമാർ കെയുമാണെന്ന കാര്യം ഓർക്കുക. എത്രയാണ് സമ്മാനത്തുക എന്ന് ചോദിച്ചാൽ 25 ലക്ഷം രൂപയാണ്. സരസ്വതി സമ്മാൻ 2020 സരസ്വതി സമ്മാൻ 2021 പ്രഖ്യാപിച്ചത്. മറാഠി സാഹിത്യകാരനായിട്ടുള്ള ശരൺ കുമാർ ലിംബാലയ്ക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2018 അദ്ദേഹം പ്രസിദ്ധീകരിച്ച സനാതൻ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. KK ബിർള ഫൗണ്ടേഷനാണ് ഈ പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. 2020 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നൊരു ചോദിച്ചാൽ മറാഠി സാഹിത്യകാരനായിട്ടുള്ള ശരൺ കുമാർ ലിംബാലയ്ക്കാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ സനാതൻ എന്ന് പറയുന്ന കൃതിക്കാണ്. ആരാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം നൽകുന്നത് എന്ന് ചോദിച്ചാൽ KK ബിർള ഫൗണ്ടേഷൻ ആണ്. എത്രയാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന് ചോദിച്ചാൽ 15 ലക്ഷം രൂപയാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അടുത്തയായിട്ട് പരിചയപ്പെടുന്നത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിലേക്ക് വരുമ്പോൾ 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ വിശിഷ്ടാംഗത്വം ലഭിച്ച 2 പേരുകൾ അറിഞ്ഞിരിക്കണം. ഈ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ച 2 പേരുകളാണ് A സേതുമാധവൻ, സേതു എന്ന് വിളിക്കുന്നു, മറ്റൊന്ന് പെരുമ്പടവം ശ്രീധരൻ. 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2021 പ്രഖ്യാപിച്ചപ്പോൾ വിശിഷ്ടാംഗത്വം ലഭിച്ച 2 വ്യക്തികളുടെ പേര് ഓർത്തിരിക്കുക. അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ച 2 വ്യക്തികളുടെ പേര് ഓർത്തിരിക്കുക. A സേതുമാധവനും മറ്റൊന്ന് പെരുമ്പടവം ശ്രീധരനുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. A സേതുമാധവനെയും പെരുമ്പടവം ശ്രീധരനെയുമാണ് വിശിഷ്ടാംഗത്വം, അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നൽകാനായിട്ട് തെരഞ്ഞെടുത്തത് 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ മലയാളത്തിൽ നിന്ന് ഓംചേരി NN പിള്ളയാണ് ആ ഒരു അവാർഡിന് അർഹനായത്. ആകസ്മികം, ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങിയ കൃതികൾക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഇംഗ്ലീഷ് വിഭാഗത്തിൽ അരുന്ധതി സുബ്രഹ്മണ്യം വെൻ ഗോഡ് ഈസ് എ ട്രാവലർ എന്ന് പറയുന്ന കവിതയ്ക്ക് പുരസ്കാരത്തിന് അർഹയായി. ഹിന്ദി വിഭാഗത്തിൽ അനാമിക കവിതയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായി എന്ന കാര്യം ഓർക്കുക. അതുപോലെ തന്നെ കന്നഡ വിഭാഗത്തിൽ വീരപ്പ മൊയ്ലിയാണ്. കൊങ്കണി വിഭാഗത്തിൽ RS ഭാസ്കർ തുടങ്ങിയവര് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയായി. ഇപ്പൊ മലയാളത്തിൽ നിന്ന് ഓംചേരി NN പിള്ള എന്ന പേര് ഓർക്കുക. ആകസ്മികം, ഓർമ്മക്കുറിപ്പുകൾ. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരമാണ്.
2021 2020 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് ഗ്രേസിയുടെ വാഴ്ത്തപ്പെട്ട പൂച്ച തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് വാർത്ത. ഇപ്പൊ 2020 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മലയാളത്തിൽ നിന്ന് ഗ്രേസിയുടെ വാഴ്ത്തപ്പെട്ട പൂച്ച തെരഞ്ഞെടുക്കപ്പെട്ടു. 2020 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രേസിയുടെ വാഴ്ത്തപ്പെട്ട പൂച്ചയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബുക്കർ പുരസ്കാരം അറിഞ്ഞിരിക്കണം. 2021 ബുക്കർ പുരസ്കാരം ദക്ഷിണാഫ്രിക്കൻ നാടകകൃത്തും നോവലിസ്റ്റുമായ ഡാമൻ ഗാൽഗറ്റിനാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള ദ പ്രോമീസ് എന്ന് പറയുന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2021 ബുക്കർ പുരസ്കാര ജേതാവ് ആരെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട നോവലിസ്റ്റ് ആയിട്ടുള്ള ഡാമൻ ഗാൽഗറ്റാണ്. അദ്ദേഹത്തിന്റെ കൃതി ഏതാന്ന് ചോദിച്ചാൽ ദ പ്രോമീസ് എന്ന് പറയുന്ന കൃതിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നോബൽ സമ്മാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിവിധ വിഷയങ്ങൾക്കായിട്ട് 6 വിഷയങ്ങൾക്കായിട്ട് നൽകുന്ന നോബൽ സമ്മാനം ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ പോലും ചോദിച്ചു. വരുംകാല പരീക്ഷയിൽ 2021 നോബൽ സമ്മാനമായിരിക്കും ചോദിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് 1 കോടി സ്വീഡിഷ് ക്രോണാണ്. ഏകദേശം 8.59 കോടി രൂപയാണ് 2021 നോബൽ സമ്മാനത്തിന് നൽകുന്ന സമ്മാന തുക. ഓരോ വിഷയങ്ങളിലേക്കും വരാം. ആദ്യമായിട്ട് വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അവിടെ 2 പേരുകൾ, ഒന്ന് ഡേവിഡ് ജൂലിയസും മറ്റൊന്ന് ആർഡം പെറ്റാപൗഡിയൻ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഡേവിഡ് ജൂലിയസ്, ആർഡം പെറ്റാപൗഡിയൻ എന്നീ 2 പേർക്കാണ് 2021 വൈദ്യശാസ്ത്ര നോബൽ കിട്ടുന്നത്. അമേരിക്കൻ ഗവേഷകരാണ് ഇവരെന്ന കാര്യം ഓർത്തിരിക്കുക. 2021 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച 2 പേരുകൾ, ഒന്ന് ഡേവിഡ് ജൂലിയസും അതുപോലെ തന്നെ ആർഡം പെറ്റാപൗഡിയൻ എന്ന 2 പേരുകളാണ്. ഇവിടെ അവരുടെ കണ്ടുപിടുത്തം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ചൂടും സ്പർശവും മനസ്സിലാക്കാൻ തലച്ചോറിനെ സഹായിക്കുന്ന സ്വീകരണികൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർക്കാണ് വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. ചൂടും സ്പർശവും മനസ്സിലാക്കാൻ തലച്ചോറിനെ സഹായിക്കുന്ന സ്വീകരണികൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർക്കാണ് എന്ത് കൊടുക്കുന്നത്? വൈദ്യശാസ്ത്ര നോബൽ 2021 കൊടുക്കുന്ന 2 പേരാണ് ഡേവിഡ് ജൂലിയസും ആർഡം പെറ്റാപൗഡിയൻ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ചർമ്മത്തിലേക്കുന്ന ചൂട്, അതുപോലെ തന്നെ തണുപ്പ്, സ്പർശം എന്നിവയെ നാഡീമുഖം എങ്ങനെ തിരിച്ചറിയുന്നു എന്നതിനാണ് ഇവർ കണ്ടെത്തിയത്. ഇത്തരം ഭൗതിക സംവേദനങ്ങൾ നാഡീമുഖത്തിൽ ഉണ്ടാക്കുന്ന വൈദ്യുത തരംഗങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് തീവ്രവേദന പോലുള്ള അവസ്ഥകൾ അകറ്റുന്നതിന് പുതിയ ചികിത്സാ രീതി കണ്ടെത്താൻ സഹായമായി എന്ന കാര്യം കൂടി ഓർക്കുക. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് ഈ 2021 നോബൽ സമ്മാനം വൈദ്യശാസ്ത്രത്തിൽ നൽകിയത്. ഡേവിഡ് ജൂലിയസ് എന്ന പേരും ആർഡം പെറ്റാപൗഡിയൻ എന്ന പേരും മറക്കരുത്. ഒപ്പം ചൂടും സ്പർശവും മനസ്സിലാക്കാൻ തലച്ചോറിനെ സഹായിക്കുന്ന സ്വീകരണികൾ കണ്ടെത്തിയതിനാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം നൽകിയത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 2021 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനത്തിലേക്ക് വരുമ്പോൾ അവിടെ വിജയികളായിട്ട് വരുന്ന ഒന്ന് സുക്യൂറോ മനാബെ എന്ന ജപ്പാൻകാരനും ക്ലോസ് ഹാസൽമാൻ എന്ന ജർമ്മൻ സമുദ്ര ഗവേഷകനും ഒപ്പം ജോർജിയോ പരീസി എന്ന ഇറ്റാലിയൻ ഭൗതിക ശാസ്ത്രജ്ഞനുമാണ്. 3 വ്യക്തികൾക്കാണ് 2021 ഭൗതിക ശാസ്ത്രത്തിനുള്ള, ഫിസിക്സിനുള്ള നോബൽ സമ്മാനം കൊടുത്തത്. ഒരാൾ സുക്യൂറോ മനാബെ എന്ന ജപ്പാൻകാരൻ, മറ്റൊന്ന് ക്ലോസ് ഹാസൽമാൻ എന്ന ജർമ്മൻ സമുദ്ര ഗവേഷകൻ, മൂന്നാമതായിട്ട് വരുന്നത് ജോർജിയോ പരീസി എന്ന ഇറ്റാലിയൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. കാലാവസ്ഥ ഉൾപ്പെടെ സങ്കീർണമായ വ്യവസ്ഥകളുടെ പഠനം എളുപ്പമാക്കിയതിനാണ് ഇവർക്ക് നോബൽ ലഭിച്ചത്. എന്തിനാണ് ഇവർക്ക് നോബൽ ലഭിച്ചത്? കാലാവസ്ഥ ഉൾപ്പെടെ സങ്കീർണമായ വ്യവസ്ഥകളുടെ പഠനം എളുപ്പമാക്കിയതിനാണ് ഇവർക്ക് നോബൽ ലഭിച്ചത്. സുക്യൂറോ മനാബെയും ക്ലോസ് ഹാസൽമാനും കൂടിയാണ് പുരസ്കാരത്തിന്റെ ഒരു പകുതി പങ്കെടുക്കുക. ജോർജിയോ പരീസിയാണ് ബാക്കി പകുതി പുരസ്കാരം ലഭിക്കുക, ബാക്കി തുക ലഭിക്കുക ജോർജിയോ പരീസിക്കാണ്. ഇപ്പൊ വിജയികളുടെ പേര് സുക്യൂറോ മനാബെ, ക്ലോസ് ഹാസൽമാൻ, ജോർജിയോ പരീസി എന്നീ 3 പേരുകൾ ഓർക്കുക. കാലാവസ്ഥ ഉൾപ്പെടെ സങ്കീർണമായ വ്യവസ്ഥകളുടെ പഠനം എളുപ്പമാക്കിയതിനാണ് ഇവർക്ക് നോബൽ ലഭിച്ചത് എന്ന കാര്യം കൂടി ഓർക്കുക. 2021 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നു. ഈ നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികൾ സുക്യൂറോ മനാബെ, ക്ലോസ് ഹാസൽമാൻ, ജോർജിയോ പരീസി എന്നിവരാണ്. കാലാവസ്ഥ ഉൾപ്പെടെ സങ്കീർണമായ വ്യവസ്ഥകളുടെ പഠനം എളുപ്പമാക്കിയതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിലേക്ക് വരുമ്പോൾ തന്മാത്രകളും അതിൻ്റെ പ്രതിബിംബ രൂപവും
നിർമ്മിക്കാൻ നവീന മാതൃക സൃഷ്ടിച്ച ശാസ്ത്രജ്ഞർക്കാണ് രസതന്ത്ര നോബൽ സമ്മാനം നൽകുന്നത്. തന്മാത്രകളും അതിന്റെ പ്രതിബിംബ രൂപവും നിർമ്മിക്കാൻ നവീന മാതൃക സൃഷ്ടിച്ച ശാസ്ത്രജ്ഞർക്കാണ് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നൽകിയത് 2021. അത് ആർക്കൊക്കെയാണ്? ബെഞ്ചമിൻ ലിസ്റ്റ് എന്ന് പറയുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനും ഡേവിഡ് മാക്മിലൻ എന്ന UK ശാസ്ത്രജ്ഞനുമാണ് ഈ പുരസ്കാരം നൽകുന്നത്. തന്മാത്രകളും അതിന്റെ പ്രതിബിംബ രൂപവും നിർമ്മിക്കാൻ നവീന മാതൃക സൃഷ്ടിച്ച ശാസ്ത്രജ്ഞർക്കാണ് രസതന്ത്ര നോബൽ സമ്മാനം 2021 നൽകിയത്. അതിലെ വിജയികൾ ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മാക്മിലനുമാണ്. രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ച 2 പേരുകൾ ജർമ്മനിയുടെ ബെഞ്ചമിൻ ലിസ്റ്റും UKയുടെ ഡേവിഡ് മാക്മിലനും. അവരുടെ കണ്ടുപിടുത്തം തന്മാത്രകളും അതിന്റെ പ്രതിബിംബ രൂപവും നിർമ്മിക്കാൻ നവീന മാതൃക സൃഷ്ടിച്ചു എന്നതാണ് ഈ ഒരു ശാസ്ത്രജ്ഞർക്ക് 2021 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹരാവാൻ കാരണം. 2 പേരുകൾ ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മാക്മിലൻ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. തുടർന്ന് പരിചയപ്പെടുന്നത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനായി സധൈര്യം പോരാടിയ 2 മാധ്യമ പ്രവർത്തകർക്കാണ് സമാധാന നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഈ വിജയികൾ എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് മാധ്യമ പ്രവർത്തക മരിയ റസ, റഷ്യൻ പത്രപ്രവർത്തകൻ ദിമിത്രി മുറട്ടോവ്. ഇവർ സ്വന്തം നാട്ടിൽ നടക്കുന്ന അധികാര ദുർവിനിയോഗവും ആക്രമണങ്ങളും തന്റെ അന്വേഷണാത്മക വാർത്താ സൈറ്റായ റാപ്ലറിലൂടെ തുറന്നു കാട്ടിയതിനാണ് മരിയ റസ പുരസ്കാരത്തിന് അർഹയായതെന്ന കാര്യം ഓർക്കുക. റഷ്യയിലെ സ്വതന്ത്രപരമായ നൊവായ ഗസറ്റയുടെ സഹസ്ഥാപകനും പത്രാധിപരുമാണ് മുറട്ടോവ്. വ്ളാദിമിർ പുതിൻ സർക്കാരിനെതിരെ വിമർശനാത്മക പത്രപ്രവർത്തനം നടത്തുന്ന റഷ്യയിലെ ഏക പത്രമാണ് നൊവായ എന്ന കാര്യം ഓർത്തിരിക്കുക. മരിയ റസ ഫിലിപ്പീൻസിൽ നിന്നുള്ള ആദ്യ നോബൽ ജേതാവാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനായി സധൈര്യം പോരാടിയ 2 മാധ്യമ പ്രവർത്തകർക്കാണ് 2021 സമാധാന നോബൽ സമ്മാനം നൽകിയത്. അവരുടെ പേരുകൾ മരിയ റസ ഫിലിപ്പീൻസ് മാധ്യമ പ്രവർത്തകയാണ്. മരിയ റസ ഫിലിപ്പീൻസ് മാധ്യമ പ്രവർത്തകയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊന്ന് റഷ്യൻ പത്രപ്രവർത്തകനായിട്ടുള്ള ദിമിത്രി മൊറട്ടോവ് ആണെന്ന കാര്യം ഓർക്കുക. ഇതിൽ മരിയ റസയുമായി ബന്ധപ്പെട്ട് സ്വന്തം നാട്ടിൽ നടക്കുന്ന അധികാര ദുർവിനിയോഗവും ആക്രമണങ്ങളും തന്റെ അന്വേഷണാത്മക വാർത്താ സൈറ്റായിട്ടുള്ള റാപ്ലറിലൂടെ തുറന്നു കാട്ടിയതിനാണ് മരിയ റസ പുരസ്കാരത്തിന് അർഹയായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിലിപ്പീൻസിൽ നിന്നുള്ള ആദ്യ നോബൽ ജേതാവാണെന്ന കാര്യം ഓർത്തിരിക്കുക. റഷ്യയിലെ സ്വാതന്ത്ര്യ പത്രമായ നൊവായ ഗസറ്റയുടെ സഹസ്ഥാപകനും പത്രാധിപരുമാണ് മുറട്ടോവ്. വ്ളാദിമിർ പുതിൻ സർക്കാരിനെതിരെ വിമർശനാത്മക പത്രപ്രവർത്തനം നടത്തുന്ന റഷ്യയിലെ ഏക പത്രമാണ് നൊവായ എന്ന കാര്യം ഓർക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പത്രം നൊവായ ഗസറ്റ, ആ ഒരു പത്രം ഓർത്തിരിക്കണം. മറ്റൊന്ന് നമ്മളൊരു വാർത്താ സൈറ്റിന്റെ പേര് പറഞ്ഞു, റാപ്ലർ എന്ന് പറയുന്ന സൈറ്റിന്റെ പേര് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മരിയ റസയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ മരിയ റസയും അതുപോലെ തന്നെ ദിമിത്രി മുറട്ടോവ്, ഈ 2 പേരുകൾ ഓർക്കുക. മരിയ റസ, ദിമിത്രി മൊറട്ടോവ്. 2021 സമാധാന നോബൽ സമ്മാനം ലഭിച്ച 2 പേരുകൾ മരിയ റസ, മറ്റൊന്ന് ദിമിത്രി മൊറട്ടോവ് എന്നീ പേരുകൾ ഓർത്തിരിക്കുക. 2021 വരുന്നു. സാമ്പത്തികത്തിൽ ആർക്കൊക്കെയാണ് നോബൽ സമ്മാനം ലഭിച്ചതെന്ന് നോക്കാം. ഡേവിഡ് കാർഡ് എന്ന കനാഡൻകാരനും അതുപോലെ തന്നെ ജോഷ്യോ ആൻക്രിസ്റ്റ് എന്ന USA കാരനും ഗ്രീഡോ W ഇംപെൻസ് എന്ന നെതർലാൻഡ് കാരനുമാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഡേവിഡ് കാർഡ്, അതോടൊപ്പം തന്നെ ജോഷ്യോ ആൻഗ്രിസ്റ്റ്, മൂന്നാമതായിട്ട് പറയുന്നത് ഗ്രീഡോ W ഇംപെൻസ് എന്നതാണ് മൂന്നാമത്തെ പേര്. പുരസ്കാരത്തിന്റെ പാതി ഡേവിഡ് കാർഡിനും മറുപാതി ജോഷ്യോ ആൻഗ്രിസ്റ്റും ഗ്രീഡോ W ഇംപെൻസും പങ്കിടും. കാനഡയിൽ ജനിച്ച കാർഡ് മിനിമം കൂലി, കുടിയേറ്റം, വിദ്യാഭ്യാസം എന്നിവ തൊഴിൽ വിപണിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് സംബന്ധിച്ച് സുപ്രധാന പഠനത്തിനാണ് തുടക്കമിട്ടത്. കുടിയേറ്റം നാട്ടുകാരായ തൊഴിലാളികളുടെ കൂലിയെ ബാധിക്കും എന്നീ പൊതുവിശ്വാസങ്ങളെ പൊളിച്ച ശാസ്ത്രജ്ഞനാണ് ഡേവിഡ് കാർഡ് എന്ന കാര്യം ഓർക്കുക. ഇത്തരം സാമൂഹിക വിഷയങ്ങൾ പഠിക്കുന്നതിന് മാർഗം ആവിഷ്കരിച്ചതിനാണ് ഗവേഷകരായ ജോഷ്യോയും ഗീഡോയും പുരസ്കാരം നേടിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഈ അടുത്ത് നടന്ന LDC പോലും എന്തിനാണ് ഇവർക്ക് കിട്ടിയതെന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
ഡേവിഡ് കാർഡ് എന്ന പേര് ഓർത്തിരിക്കുക, ജോഷിയോ ആൻഗ്രിസ്റ്റ് എന്ന പേര് ഓർത്തിരിക്കുക, ഗീഡോ ഡബ്ല്യു ഇംബൻസ് എന്ന പേരും ഓർത്തിരിക്കുക. ഈ 3 പേർക്കാണ് 2021 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. പുരസ്കാരത്തിന്റെ പാതി ഡേവിഡ് കാർഡിനും മറുപാതി ജോഷിയോ ആൻഗ്രിസ്റ്റും ഗീഡോ ഡബ്ല്യു ഇംബൻസും പങ്കിടും എന്ന കാര്യം ഓർത്തിരിക്കുക. ഒപ്പം കാനഡയിൽ ജനിച്ച കാർഡ് മിനിമം കൂലി, കുടിയേറ്റം, വിദ്യാഭ്യാസം എന്നിവ തൊഴിൽ വിപണിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ് നടത്തിയത്. അവിടെ തന്നെ കുടിയേറ്റം നാട്ടുകാരായ തൊഴിലാളികളുടെ കൂലിയെ ബാധിക്കും എന്നീ പൊതുവിശ്വാസങ്ങളെ പൊളിച്ച ശാസ്ത്രജ്ഞനാണ് ഡേവിഡ് കാർഡ്. ഒപ്പം ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ പഠിക്കുന്നതിന് മാർഗമാവിഷ്കരിച്ചവരാണ് ബാക്കി 2 പേര്, ജോഷിയും അതുപോലെ തന്നെ ഇംബൻസും എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പൊ കുടിയേറ്റം, അതുപോലെ തന്നെ മിനിമം കൂലി, വിദ്യാഭ്യാസം എന്നിവ തൊഴിൽ വിപണിയെ എങ്ങനെ ബാധിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന വ്യക്തികൾക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അടുത്തിടെ പരിചയപ്പെടുന്നത് സാഹിത്യത്തിനുള്ള നോബല് 2021 ലഭിച്ചത് ആർക്കെന്ന് അറിഞ്ഞിരിക്കണം. ടാൻസാനിയൻ എഴുത്തുകാരനായിട്ടുള്ള അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ് 2021 സാഹിത്യ നോബൽ സമ്മാനം ലഭിക്കുന്നത്. അഭയാർത്ഥികളുടെ അരക്ഷിത ജീവിതവും കോളനിവൽക്കരണത്തിലെ പീഡനങ്ങളും സഹാനുഭൂതിയോടെയും വിട്ടുവീഴ്ചയില്ലാതെയും ലോകത്തിന് മുന്നിൽ എത്തിച്ചതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. വോൾ സോയിങ്കയ്ക്കു ശേഷം സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ആഫ്രിക്കൻ വംശജനാണ് ഗുർണ എന്ന കാര്യം കൂടി ഓർക്കുക. ടാൻസാനിയൻ എഴുത്തുകാരൻ അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ് 2021 സാഹിത്യ നോബൽ സമ്മാനം ലഭിക്കുന്നത്. അബ്ദുൾ റസാഖ് ഗുർണ 2021 സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹം ടാൻസാനിയൻ എഴുത്തുകാരനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അറിയുക, അഭയാർത്ഥികളുടെ അരക്ഷിത ജീവിതവും കോളനിവൽക്കരണത്തിലെ പീഡനങ്ങളും സഹാനുഭൂതിയോടെയും വിട്ടുവീഴ്ചയില്ലാതെയും ലോകത്തിന് മുന്നിൽ എത്തിച്ചതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നത്. വോൾ സോയിങ്കയ്ക്ക് ശേഷം സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ആഫ്രിക്കൻ വംശജനാരാണ്? ഗുർണയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മളിവിടെ പരിചയപ്പെട്ടത് 2021 പ്രധാനപ്പെട്ട കുറെ സംഭവങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ ചോദ്യങ്ങൾ രൂപത്തിൽ വരാൻ സാധ്യതയുള്ള പത്രക്കുറിപ്പുകളിൽ നിന്നും തൊഴിൽ മാഗസിനിൽ നിന്നും എടുത്തിട്ടുള്ള ക്ലിപ്പുകളാണ് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 101 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന പരീക്ഷകളിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ഒരു PSC പരീക്ഷയ്ക്ക് നാം തയ്യാറെടുക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 101 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, കേരള PSC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തികച്ചും സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. തൊട്ടടുത്ത വീഡിയോയിലൂടെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.